ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടീസിനും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ രാവിലെയും ഉച്ചക്കുമായിട്ട് 2 വീഡിയോസ് വരും. അപ്പോൾ രാവിലെ ഞാൻ ഓൾറെഡി ഒരു സ്നാക്ക് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് ചെയ്തിട്ട് വരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ സവാള നീളത്തിൽ നേർമയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള പകുതി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഇത് നമ്മളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അതിലേക്ക് ഞാൻ പിന്നെ ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ അരിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 2 മുട്ടയുടെ വെള്ളയും കൂടി ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. കുട്ടീസിന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടമാവുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിലേക്ക് പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മയണൈസ് ചേർത്തിട്ടുണ്ട്. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഇങ്ങനെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് റെഡിയായി. പിന്നെ ഈ സാൻഡ്വിച്ച് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താ നമുക്കിനി നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് മുട്ട ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാല് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാലിന് പകരം 3 മുട്ട വെച്ചിട്ട് പാലൊഴിക്കാതെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിനി ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ വെക്കാം. അതിനകത്തോട്ട് നമുക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. കുട്ടീസിനൊക്കെ കൊടുത്ത് നോക്കിക്കോ, ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടമാവും. ചിലപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്, കുട്ടീസിന് ഇഷ്ടമാണോ എന്നൊക്കെ ഉള്ളത്. കുട്ടികൾക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ, ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്ക് 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. മറിച്ചിടുമ്പോൾ സൂക്ഷിച്ച് മറിച്ചിടുക, കാരണം നമ്മൾ മുട്ടയും പാലൊക്കെ മുക്കിയത് കൊണ്ട് മറിച്ചിടുന്ന സമയത്ത് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 സൈഡും ശരിയാക്കുന്ന സമയത്ത് തിരിച്ചു മറിച്ചിടുമ്പോൾ അതൊന്ന് റെഡി ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ കുട്ടീസിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എന്തെങ്കിലും ഇതുപോലത്തെ വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും റെഡിയായി. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പീസ് ബ്രെഡിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, മയണൈസൊക്കെ ചേർത്തിട്ടില്ലേ, അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് എത്രത്തോളം ഫില്ലിംഗ് വേണോ അത്രയും വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെ അടുത്ത ബ്രെഡ് ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലീൻ റാപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് സെർവ് ചെയ്യാം. ദേ ഇതുപോലെ. എന്നിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ സെർവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രൈ ചെയ്തിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്നും വീഡിയോ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിന് ഡെയിലി 2 വീഡിയോസ് വരും ഇൻഷാ അല്ലാഹ്. രാവിലെ ഉച്ചക്കുമായിട്ടാണ്, നോമ്പ് കഴിയണ വരെ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.